Assalamualaikum, welcome back to my channel. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ മഹാറാണി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കണം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ സവാള വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ആ അരപ്പ് നമ്മൾ ഈ ഉള്ളിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരപ്പും ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാലയും കൂടി ഇടാണ്ട് അതിനും വേണ്ടിയിട്ട് നമ്മളിവിടെ മല്ലി, പെരുംജീരകം, ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയൊക്കെ അല്ലേ, അത് ഇതിലേക്ക് ഒന്ന് വെതറി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം. എന്നിട്ട് അടപ്പെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിനും വേണ്ടി അണ്ടിപ്പരിപ്പ്, പാല് ഇത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അരപ്പ് നമ്മൾ ഈ ചിക്കൻക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഈ ക്ലോസ് ചെയ്തത് ഇങ്ങനെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. വീണ്ടും നമ്മൾ ആ മല്ലിയും ജീരകമൊക്കെ ഇട്ടിട്ടില്ലേ, അത് ആ പൊടിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി അല്ലെങ്കിൽ കുബൂസ് അങ്ങനത്തെ ഐറ്റംസ്, അപ്പം, അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങോട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.